അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണീ. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധ തൃതീയോധ്യായ 32-ാമത്തെ ശ്ലോകം മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ പാരായണം ചെയ്ത് സമർപ്പിക്കുന്നു. അവമന്യമുനിം ദാന്തം പൃഥ്വാദ്യൈ സഹിതോനഘ ഹൃതായാമഥ നന്ദിന്യാം വസിഷ്ഠസ്തു മഹാതപാം. ആജഗാമാശ്രമപഥം ഫലാന്യാദായ സത്വരാ. നാപശ്യത യദാധേനും സവത്സാം സ്വാശ്രമേ മുനി. മൃഗയാമാസ തേജസ്വീ ഗഹ്വരേഷു വനേഷ്വപി. നാസാദിത യദാ ധേനുശ്ചുകോപാതിശയം മുനി. വാരുണിശ്ചാപി വിജ്ഞായ ധ്യാനേന വസുഭിർഹൃതാം. വസുഭിർമേ ഹൃതാ ധേനുർ യസ്മാന്മാമവമന്യവൈ. തസ്മാൽ സർവേ ജനിഷ്യന്തി മാനുഷേഷു ന സംശയ. ഏവം ശശാപധർമാത്മാ വസൂംസ്താൻ വാരുണി സ്വയം. ശ്രുത്വാ വിമനസ സർവേ പ്രയയുർദുഃഖിതാശ്ച തേ. ശപ്താസ്മ ഇതി ജാനന്ദ ഋഷിം തമുപചക്രമു. പ്രസാദയന്തസ്തമൃഷിം വസവ ശരണം ഗതാ. മുനിസ്ഥാനാഹ ധർമാത്മാ വസൂൻ ദീനാൻ പുരസ്ഥിതാൻ. അനുവത്സരം സർവേ തേ ശാപമോക്ഷമവാപ്സ്യഥ. യേനേയം വിഹൃതാധേനുർനന്ദിനീ മമ വത്സല.
തസ്മാദ്യൗർമാനുഷേ ഗേഹേ ദീർഘകാലം വസിഷ്യതി തേ ശബ്ദാ പഥി ഗച്ഛന്തിം ഗംഗാം ദൃഷ്ട്വാ സരിദ്വരാം. ഊജുസ്താം പ്രണതാ സർവേ ശബ്ദാം ചിന്താതുരാം നദീം ഭവിഷ്യാമോ വയം ദേവി കഥം ദേവാ സുധാശനാം. മാനുഷാണാം ച ജഠരേ ചിന്തേയം മഹതീഹിന തസ്മാത്വം മാനുഷീ ഭൂത്വാ ജനയാസ്മാൻ സരിദ്വരേ. ശന്തനൂർനാമ രാജർഷിസ്തസ്യ ഭാര്യ ഭവാനഘേ ജാതാൻ ജാതാൻ ജലേ ചാസ്മാൻ നിക്ഷിപസ്വ സുരാപഗേ. ഏവം ശാപവിനിർമോക്ഷോ ഭവിതാ നാത്ര സംശയ തഥേത്യുക്താശ്ച തേ സർവേ ജഗ്മുർലോകം സ്വകം പുനഃ. ഗംഗാപി നിർഗദാ ദേവി ചിന്യമാനാ പുനഃ പുനഃ. മഹാഭിഷോ നൃപോ ജാത പ്രതീപസ്യ സുതസ്തദാ. ശന്തനുർനാമ രാജർഷിർധർമാത്മാ സത്യസങ്കര പ്രതീപസ്തു സ്തുതിം ചക്രേ സൂര്യസ്യാമിത തേജസ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 32 മുതൽ 46 കൂടിയുള്ള ശ്ലോകങ്ങളുടെ പരിഭാഷ ഇവിടെ ഭാഷാഗാനമായി പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. ദാനശീലനായ വസിഷ്ഠനെ തെല്ലും മാനിക്കാതെ പൃഥു തുടങ്ങിയവർ തൻ സഹായത്തോടെ കൊണ്ടുപോയ നേരം തിരിച്ചെത്തിയതാം വസിഷ്ഠനോ നന്ദിനിയെ കിടാവിനെ കാണാത്തതിനാൽ വനത്തിൽ ഗുഹയിൽ അന്വേഷിച്ചു കണ്ടെത്താനായില്ല. വളരെ കോപമുണ്ടായി വസിഷ്ഠനപ്പോൾ. വസുക്കൾ അപഹരിച്ചതറിഞ്ഞപ്പോൾ അദ്ദേഹവും എന്നെ അപമാനിച്ചതാം വസുക്കളെല്ലാം ഭൂമിയിൽ മനുഷ്യരായി പിറന്നിടും നിസ്സംശയം എന്നുള്ളതാം ശാപത്തെയും നൽകിനാനപ്പോൾ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്ര ഭഗവതി, അമ്മേ ശരണം. വസിഷ്ഠന്റെ ശാപവാർത്ത അറിഞ്ഞപ്പോൾ വസുക്കളോ വസിഷ്ഠനാം മുനിയുടെ ചാരത്തണഞ്ഞു. മുനിയെ സന്തോഷിപ്പിച്ചു ദീനരായ വസുക്കളെ മുനി കണ്ടു അവരോടായി ഏവം പറഞ്ഞു. ഓരോ വർഷം ഓരോരുത്തർ ശാപമുക്തരായി തീരും. എന്റെ ധേനുവിനെ അപഹരിച്ചതിനാൽ ഗൗ എന്നുള്ള വസു ഏറെക്കാലം മനുഷ്യനായിടും. ശാപഗ്രസ്തർ മടങ്ങുമ്പോൾ
ഗംഗയെ കണ്ടു. ശാപഗ്രസ്തയായ ഗംഗയോടു അവർ ചോദിച്ചല്ലോ, ഞങ്ങൾക്കു ദേവന്മാരാകാൻ എന്താണു വഴി? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. മനുഷ്യർ തൻ ഉദരത്തിൽ ജനിക്കേണ്ടി വരുമല്ലോ, ഗംഗേ ദേവി ഞങ്ങളുടെ മാതാവായിടൂ. ശന്തനുവിൻ ഭാര്യയായി മാറിടുക ഞങ്ങളെയോ, ജനിക്കുമ്പോൾ ജലത്തിലേക്കെറിഞ്ഞിടുക. ഇത്തരത്തിൽ ശാപമോക്ഷം ലഭിച്ചിടും നിസ്സംശയം. ശരിയെന്നു ചൊല്ലിയപ്പോൾ ഗംഗാദേവിയും ചിന്തയിൽ മുഴുകി മെല്ലെ യാത്രയായി ഗംഗ താനും. പിന്നെ മഹാഭീഷൻ പ്രദീപന്റെ പുത്രനായി അവനാണു ശന്തനുവാം രാജശ്രേഷ്ഠൻ പ്രദീപനോ. അതിതേജസ്വിയാം സൂര്യനെയും സ്തുതിച്ചു. അവനല്ലോ ശന്തനുവാം രാജശ്രേഷ്ഠൻ പ്രദീപനോ. അതിതേജസ്വിയാം സൂര്യനെയും സ്തുതിച്ചു. അമ്മേ ദേവി, അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. അമ്മേ ശരണം, ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. ശ്രീ ജഗദംബികായേ നമഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീ വ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു നാമാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ. ഇന്ന് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അതാണ് നമ്മൾ പാരായണം ചെയ്തതും അതേപോലെ ഭാഷാഗാനമായി പാടി സമർപ്പിച്ചത്. ഇപ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ 32-ാമത്തെ ശ്ലോകം മുതൽ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുന്നു. അവമന്യമുനിം ദാന്തം പൃഥ്വാദ്യൈ സഹിതോ നഖാ ഹൃതായാമധനന്ദിന്യാം വസിഷ്ഠസ്തു മഹാതപാ. ദാനശീലനായിരിക്കുന്ന ആ വസിഷ്ഠനെ വേണ്ട പോലെ ദാന്തം മുനിം അവമന്യ മാനിക്കാതെ വന്നപ്പോൾ ആ പൃഥു തുടങ്ങിയവരുടെ സഹായത്തോടുകൂടി നന്ദിനിയെ അപഹരിച്ചു കൊണ്ടുപോയി. ആ സമയത്താണ് മഹാതപസ്വിയായിരിക്കുന്ന മഹാതപാ വസിഷ്ഠ, നിഷ്കളങ്കരായിരിക്കുന്ന വസിഷ്ഠൻ അവിടേക്ക് ദാ വരുന്നു. ആജഗാമാശ്രമപഥം
ഫലാന്യാദായ സത്വര നാപശ്യത യഥാധേനും സവത്സാം സ്വാശ്രമേ മുനി. പഴങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഫലാന്യാദായ സത്വര വേഗം ആശ്രമത്തിലേക്ക് എത്തിച്ചേർന്നു വസിഷ്ഠൻ. ഈ സമയത്ത് ധേനും സവത്സാം നാപശ്യത, ആ ധേനുവിനെ നന്ദിനിയെയും നന്ദിനിയുടെ ആ പശുക്കിടാവിനെയും ആശ്രമത്തിൽ കണ്ടില്ല അദ്ദേഹം എന്ന് പറയുന്നു. മൃഗയാമാസ തേജസ്വി ഗഹ്വരേഷു വനേഷ്വപി, ഗഹ്വരങ്ങളിലും വനങ്ങളിലും ഗുഹകളിലും കാട്ടിലുമൊക്കെ അന്വേഷിച്ചു നടന്നു. എന്നാൽ ധേനുവിനെ കാണാനായിട്ട് സാധിച്ചില്ല. നാസാദിത യഥാ ധേനു ചുക്കോപാതിശയം മുനി, അദ്ദേഹത്തിന് വലിയ അതിശയകരമായിരിക്കുന്ന കോപമുണ്ടായി, ദേഷ്യമുണ്ടായി എന്ന് പറയുന്നു. വാരുണിശ്ചാപി, വാരുണി എന്ന് വസിഷ്ഠനെ വിളിക്കുന്നു. കാരണം എന്താ, മിത്രാവരുണന്മാരുടെ പുത്രനായിട്ടാണ് വസിഷ്ഠന്റെ മൂന്നാമത്തെ ജന്മം. അതുകൊണ്ട് വസിഷ്ഠനെ വാരുണി എന്ന് വിളിക്കുന്നു. അപ്പോൾ വാരുണീശ്ചാപി വിജ്ഞായ, എന്തു മനസ്സിലായി? വസുഭിർഹൃതാം ധ്യാനേന വിജ്ഞായ, തൻ്റെ ധ്യാനശക്തി കൊണ്ട് മനസ്സിലാക്കി വസുക്കളാണ് ധേനുവിനെ അപഹരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. വസുഭിർമേ ഹൃതാധേനുർ യസ്മാൻ മാമവമന്യവൈ, എന്നെ അപമാനിച്ചുകൊണ്ട് എൻ്റെ ധേനുവിനെ അപഹരിച്ചിരിക്കുന്നു വസുക്കൾ. അതുകൊണ്ട് തസ്മാൽ സർവേ ജനിഷ്യന്തി, അവരെല്ലാവരും ജനിക്കട്ടെ. എങ്ങനെ? മാനുഷേഷു ന സംശയ, മനുഷ്യരായിട്ട്, ഒരു സംശയമില്ല, അവർ മനുഷ്യരായിട്ട് പിറക്കേണ്ടി വരും. ഏവം ശശാപധർമാത്മാ വസൂംസ്ഥാൻ വാരുണി സ്വയം. അങ്ങനെ വസിഷ്ഠൻ ആ വാരുണി വസുക്കളെ ഇത്തരത്തിൽ ശപിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും മനുഷ്യജന്മം എടുക്കേണ്ടി വരട്ടെ എന്ന് പറഞ്ഞ് ശപിക്കുന്നു. ശ്രുത്വാ വിമനസ സർവേ പ്രയയുർദുഃഖിതാശ്ച തേ, ശാപത്തെക്കുറിച്ച് കേട്ടപ്പോൾ വസുക്കൾക്കൊക്കെ വല്ലാത്ത ദുഃഖമായി. വസിഷ്ഠൻ തങ്ങളെ ശപിച്ചിരിക്കുന്നു. പ്രവൃത്തി ചെയ്യുമ്പോൾ ആലോചിച്ചില്ല. ഒരാളുടെ അന്യൻ്റെ വസ്തുവിനെ അപഹരിച്ചു കൊണ്ടുപോവുക എത്രയും മോശമായിട്ടുള്ള പ്രവൃത്തിയാണ് അല്ലേ? അത് പ്രത്യേകിച്ച് ഇത്രയും തേജസ്വിയായിരിക്കുന്ന ശക്തനായ തപോധനനായിരിക്കുന്ന ഒരാളുടെ പശു പറയുമ്പോൾ എങ്ങനെയായാലും അതിന് ഫലം അനുഭവിക്കേണ്ടി വരും. ഇതിപ്പോൾ വസിഷ്ഠൻ തന്നെ ശപിച്ചു, അല്ലെങ്കിൽ ഈശ്വര ശാപം ഏൽക്കേണ്ടി വരും. നമുക്ക് അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാൻ പോലും അവകാശമില്ല, പിന്നെയാണോ അപഹരിക്കല്? അപ്പം ഇങ്ങനെ ദുഃഖിതരായി വിമനസ്കരായി വസിഷ്ഠന്റെ അടുത്തേക്ക് തന്നെ അവര് ഈ വസുക്കളെല്ലാവരും എത്തിച്ചേർന്നു. പ്രസാദയന്തസ്തമൃഷിം വസവ ശരണം ഗത, പ്രസാദിപ്പിച്ചുകൊണ്ട്, ആ വസിഷ്ഠനെ സന്തോഷിപ്പിച്ചുകൊണ്ട് വസുക്കൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്തി. മുനിസ്ഥാനാഹ ധർമാത്മാ വസൂൻ ദീനാൻ പുരസ്ഥിതാൻ, ദീനരായി ആരോരും ആലംബമില്ലാതെ വിഷമിച്ചു നിൽക്കുന്ന വസുക്കളോട് ധർമാത്മാവായിരിക്കുന്ന ആ വസിഷ്ഠൻ, മുനിസ്ഥാനാഹ, വസിഷ്ഠൻ പറഞ്ഞു. ആഹാ, എന്താ പറഞ്ഞത്? അനുവത്സരം സർവേതേ ശാപമോക്ഷമവാപ്സ്യഥ, നിങ്ങൾ ഓരോരുത്തരും ഓരോ വർഷം, നിങ്ങളെ ശപിച്ചത് ഒരുമിച്ചാണെങ്കിലും അതിൽ ഓരോരുത്തരായി ഓരോ വർഷവും ശാപമോക്ഷം നേടി വീണ്ടും വസുക്കൾ തന്നെയായിട്ട് തീരും. ഇപ്പോൾ എന്താ അതിന് കാരണം? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏനേയം വിഹൃതാധേനും നന്ദിനി മമ വത്സല, എൻ്റെ വാത്സല്യത്തിന് പാത്രീഭൂതയായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ നന്ദിനി പശുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. ഇനി നിങ്ങൾക്ക് പതിയെ ഓരോ വർഷം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ശാപമോക്ഷം കിട്ടും. തസ്മാദ്യൗർമാനുഷേ ദേഹേ ദീർഘകാലം വസിഷ്യതി തേ ശപ്താ പഥി ഗച്ഛന്തിം ഗംഗാം ദൃഷ്ട്വാ സരിദ്വരാം. അങ്ങനെ പറഞ്ഞു. ദ്യൗ എന്നുള്ള വസു അദ്ദേഹമാണല്ലോ ഈ ധേനുവിനെ, നന്ദിനിയെ തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അപഹരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനുഷ്യദേഹത്തിൽ വളരെ കാലം കഴിയണം എന്നും പറഞ്ഞു. ശാപം കിട്ടി അവര് പിന്നീട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ
അവിടെ ഏറ്റവും ശ്രേഷ്ഠ പുണ്യനദി ഉത്തമ സരിത്തായിരിക്കുന്ന ഗംഗയെ അവര് കണ്ടു. ഊചുസ്താം പ്രണതാ സർവേ ശബ്ദാം ചിന്താതുരാം നദീം ഭവിഷ്യാമോ വയം ദേവി കഥം ദേവാസുധാശന. ശാപം കൊണ്ട് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ആ നദിയുടെ അടുത്ത്. അവരൊക്കെ നമസ്കരിച്ചു ചോദിച്ചു, ദേവി, ഞങ്ങൾക്ക് എങ്ങനെയാണ് അമൃത് ഭക്ഷിക്കുന്ന സുധാശനാ ദേവ, അമൃത് ഭക്ഷിക്കുന്ന ദേവന്മാരായിട്ട് മാറാൻ സാധിക്കാം? മാനുഷാണാം ച ജഠരേ ചിന്തേയം മഹദീഹിന. മനുഷ്യരുടെ വയറ്റിൽ പിറക്കണമല്ലോ എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും വലിയ ചിന്ത. ഗംഗയുടെ ചിന്തയും അത് തന്നെയാണ്. അപ്പോൾ അവിടുന്ന് മനുഷ്യ സ്ത്രീയായിട്ട് പിറക്കുമ്പോൾ ഞങ്ങൾക്ക് ജന്മം നൽകൂ എന്ന് പറയുകയാണ്. തസ്മാത്വം മാനുഷീഭൂത്വ ജനയാസ്മാൻ സരിദ്വരെ. ഏറ്റവും വരേണ്യായിരിക്കുന്ന നദി, നീ മനുഷ്യ സ്ത്രീയായിട്ട് പിറന്ന് ഞങ്ങളെ പുത്രഭാവത്തിൽ സ്വീകരിക്കുക, ജന്മം നൽകുക. ശന്തനുർ നാമരാജർഷി തസ്യ ഭാര്യ ഭവാനഘേ. ഗംഗയോട് പറയാണ്, ശന്തനു എന്ന രാജർഷിയുണ്ട്, ആ രാജർഷിയുടെ പത്നിയായിട്ട് തീരാം. ജാതാൻ ജാതാൻ ജലേ ചാസ്മാൻ നിക്ഷിപസ സുരാപകേ. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളെ ജനിക്കുന്ന നിമിഷം തന്നെ ഞങ്ങളെ ഓരോരുത്തരെയും വെള്ളത്തിലേക്ക് വലിച്ച് എറിയാം. ഏവം ശാപവിനിർമോക്ഷോ ഭവിത നാത്ര സംശയ. അങ്ങനെ ഈ ശാപം നടന്നിട്ട് അതിൻ്റെ മോക്ഷവും അതേപോലെ തന്നെ കിട്ടും. തഥേത്യുക്താശ്ചതേ സർവേ ജഗ്മുർലോകം സ്വകം പുന. അങ്ങനെയാവട്ടെ എന്ന് ഗംഗ മറുപടി പറയുന്നത് കേട്ട് അവരെല്ലാവരും സ്വർഗലോകത്തിലേക്ക് തിരിച്ചുപോയി. അവരുടെ സ്വകം പുന, സ്വന്തം ലോകത്തിലേക്ക് തിരിച്ചുപോയി. സ്വർഗത്തിലേക്കല്ല, അവരവരുടെ ലോകത്തിലേക്ക് തിരിച്ചുപോയി. ഗംഗാപി നിർഗതാ ദേവി ചിന്യമാന പുനഃപുന മഹാഭിഷോ നൃപോ ജാത പ്രതീപസ്യ സുതസ്തദാ. ഇങ്ങനെ ചിന്തിച്ച് വീണ്ടും വീണ്ടും ചിന്തയിൽ മുഴുകി ഗംഗ അവിടുന്ന് പോയി. പിന്നെ മഹാഭിഷൻ പ്രതീപന്റെ പുത്രനായിട്ട് പിറക്കുകയും ചെയ്തു. ശന്തനുർനാമരാജർഷിർധൽമാത്മാ സത്യസങ്കര. ആ മഹാഭിഷൻ പ്രദീപന്റെ പുത്രനായിട്ട് പിറന്നു. അപ്പോൾ അദ്ദേഹത്തിന് പേര് ശന്തനു എന്നാണ്. അപ്പോൾ ധർമാത്മാവും സത്യസന്ധനുമായ ശന്തനു. അമിത തേജസ്സായ ആദിത്യനെ പ്രദീപ മഹാരാജാവ് വാഴ്ത്തി സ്തുതിക്കുന്നു. ആ ഭാഗം 46 പ്രദീപസ്തു സ്തുതിം ചക്രേ സൂര്യസ്യ അമിത തേജസ. ആ സ്തുതിക്കുന്നു എന്ന് പറയുന്ന 46 ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. നാളെ 47 മുതൽ 60 കൂടിയുള്ള ശ്ലോകങ്ങളോടുകൂടി ഈ ദ്വിതീയ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം, 2-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായം കഴിയും. മറ്റന്നാൾ നമുക്ക് 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയും ചെയ്യാം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ.
ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാൻ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ.
സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.